ഇതൊരു പവിത്രമായ സ്ഥാപനമാണ്. ഇവിടെ ആരെന്ത് ചെയ്താലും ഞാൻ അറിയും. എന്നെ പറ്റിക്കാൻ ആർക്കും കഴിയില്ല. ഇന്ന് രാത്രി എന്നെ നിങ്ങളുടെ ഹോസ്റ്റലിൽ കേട്ടു. എന്താ? ഈ നട്ടപ്പാതിരിക്ക് മെൻസോസിൽ വലിയ ധരിക്കുന്ന പ്രാന്തുണ്ടോ? നീ കട്ടിലടിയിൽ പെണ്ണെ വല്ലതും കയറ്റി ഒളിപ്പിച്ചിട്ടുള്ളൂ. ഭാനു മര്യാദയ്ക്ക് ജീവിക്കുന്ന ചെറുപ്പക്കാരെ പറ്റി നീ കപവാദം പറഞ്ഞു പറ്റൂല. അതെ ഭാനു, ഇപ്പൊ എന്തായാലും പുറത്തിറങ്ങാൻ പറ്റത്തില്ല. ഏത് നേരത്താണോ ഇങ്ങോട്ട് വലിഞ്ഞു കയറി വരാൻ തോന്നിയത്? പ്ലാൻ എ മാത്രമേ തകർന്നിട്ടുള്ളൂ. ഇനി പ്ലാൻ ബി ഉണ്ട്. എന്ത് പറ്റിയാലും ഇല്ലെങ്കിലും അവന്റെ മുറിയിൽ എന്തൊക്കെയോ ചീഞ്ഞു നാറുന്നുണ്ട്. എനിക്ക് ഇവന്മാരാച്ചോ സംശയം. ഇവന്റെയൊക്കെ റൂമിൽ കാണും. നമ്മളല്ലാതെ അവനെങ്ങാനും അവൾ ഇവിടുന്ന് പുറത്തിറക്കിയപ്പോൾ നമ്മൾ ജീവിച്ചിട്ട് കാര്യമില്ല. ഞാൻ ഇവിടെ ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ അപ്പാക്ക് മിനിറ്റുകൾ മാത്രം മതി. കണ്ടുപിടിച്ച എന്നെ ഹോസ്റ്റലോടെ കത്തിക്കും. എനിക്കൊന്ന് കുളിക്കണമായിരുന്നു. കുളിക്കാനുള്ള അവകാശം ഒരു പൗരന് ഭരണഘടന ഉറപ്പ് നൽകുന്നു. അതെന്റെ ടീഷർട്ടാണ് പന്നി. അന്തസ് വേണോടാ, അന്തസ്. സത്യം. ഞാൻ ഒരു ഐഡിയ പറയട്ടെ. നമുക്ക് ഹോസ്റ്റലിന് തീയിട്ടാണ്. അപ്പൊ എല്ലാരും ഇറങ്ങിക്കോളൂ. ഇത് വ്യാളിയാണ്. കയറിയതിന്റെ പിന്നിൽ ഒരു ലക്ഷ്യമുണ്ടെന്ന് കുട്ടിക്കോ. ഇനി രണ്ടിലും തീരുമാനിച്ചിട്ട് ഞങ്ങൾക്ക് വിശ്രമമുള്ളൂ. ഒന്നുകിൽ ഞാൻ, അല്ലെങ്കിൽ അവൾ. തള്ളയ്ക്ക് 4 വർഷം മുമ്പ് അത്യാവകാശം കൊടുത്ത ഇപ്പോഴും കിടക്കുക മനുഷ്യനെ പേടിപ്പിക്കാൻ.